അപ്പോൾ ഇതാണ് നാം ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ. ഇത് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയാണ് നാം ഇന്ന് എഡിറ്റ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എഡിറ്റാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എഡിറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആ എഡിറ്റിനായിട്ട് നമുക്ക് ഒരു എഡിറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. KineMaster എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് അവിടെ നിന്ന് പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തായി വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് സെലക്ട് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്താണ് നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം. നമ്മുടെ മൊബൈൽ ക്യാമറ ഒരു സ്ഥലത്ത് വെച്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആരെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അവരെ ഒരു സൈഡിലായി നിർത്തുക. എന്നിട്ട് എതിരോട്ട് നടന്നു വരാൻ പറയുക. പിന്നിട്ട് ഞാൻ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോൺ അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. രണ്ടാമത് ഫോൺ അവിടെ തന്നെ വേണം. എന്നിട്ട് ഒരു അപ്പുറത്തെ സൈഡിൽ നിന്ന് അദ്ദേഹത്തെ നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് വരാൻ പറയുമ്പോൾ വീഡിയോ ഒന്നും കൂടി ഓൺ ചെയ്യുക. എന്നിട്ട് വരാൻ പറയുക. അപ്പോൾ ഇങ്ങനെ നടന്നു വരും. ഈ ആദ്യം നിർത്തിച്ച ആ സ്ഥലത്തെത്തുമ്പോൾ വീണ്ടും അങ്ങോട്ട് നോക്കി ഹായ് എന്ന് പറയുക. അപ്പോൾ നാം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഇതുപോലെയായിരിക്കും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ പരമാവധി നാം നമ്മുടെ കൈ കൊണ്ട് പിടിക്കാതെ നമ്മുടെ കൈ കൊണ്ട് പിടിച്ചാൽ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഷെയ്ക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ അതിൻ്റെ ഒറിജിനലിൽ കിട്ടില്ല. അപ്പോൾ പരമാവധി നമുക്ക് ട്രൈപോഡോ അതുപോലത്തെ വേറെ ഫോണ് അനങ്ങാതെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാധനത്തിൽ വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ഞാൻ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഈ KineMaster എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതിൽ സെൻട്രലായി കാണുന്ന ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ 16:9 എന്നത് കാണാം. അതാണ് നമുക്ക് വേണ്ടത്. അത് സെലക്ട് ചെയ്ത് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്ത വീഡിയോ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് നമുക്കിവിടെ സൈഡിലായിട്ട് മുകളിൽ ഒരു മീഡിയ എന്നത് കാണാം. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ ക്യാമറയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അത് ഒന്നും കൂടി ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്തത് ഒരു സൈഡിൽ നിന്നാണ്. അപ്പോൾ അതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഇതൊരു സൈഡിൽ നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇനി രണ്ടാമത്തെ വീഡിയോ ഒന്നുകൂടി ഇവിടെ സൈഡിലായിട്ട് ഈ സെൻട്രൽ ഇവിടെ റൗണ്ടിലായിട്ട് ഇവിടെ ലെയർ എന്നത് കാണാം. അത് സെലക്ട് ചെയ്ത് ഇവിടെ മീഡിയ എന്നത് സെലക്ട് ചെയ്യുക. അതിലിട്ട് ഇവിടെ ഞാൻ ക്യാമറയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിൽ രണ്ടാമത്തെ വീഡിയോ കൂടി എടുക്കുക. അപ്പോൾ ഇതുപോലെയായിരിക്കും നമുക്ക് ലഭിക്കുക. അതിലിവിടെ സൈഡിലായിട്ട് സെൻട്രലായിട്ട് കുറച്ച് ഒരു സ്ക്വയറിലായിട്ട് നമുക്കൊരു ഇത് കാണാം. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കുറേ ഇത് വേണം ഓപ്ഷൻസ്. അതിൽ നമുക്കിവിടെ അവസാനമായി കാണുന്ന അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ലഭിക്കും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഞാൻ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. അതിനായിട്ട് ഞാൻ രണ്ടാമത് എഡിറ്റ് ചെയ്ത വീഡിയോ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നിന്ന് ആദ്യത്തേക്ക് ഇവിടെ മൂവ് ചെയ്യിപ്പിക്കാം. എന്നിട്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള വോളിയം നമുക്കിവിടെ വോളിയത്തിൽ പോയിട്ട് കുറക്കാവുന്നതാണ്. എന്നിട്ട് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ രണ്ടാമത്തത് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ യാതൊരുവിധ നമുക്ക് മനസ്സിലാവില്ല ഇത് എഡിറ്റ് ചെയ്തതാണെന്ന്. അപ്പോൾ അത്രയ്ക്കും പെർഫെക്റ്റാണിത്. അപ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്ത ശേഷം നമുക്കിവിടെ ആയിട്ട് ഒരു ഇത് കാണാം സൈഡിലായിട്ട് മുകളിൽ. അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേണ്ട രീതിയിൽ ഇതിൻ്റെ റെസൊല്യൂഷൻ കൊടുത്ത് നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ക്യാൻസൽ അടിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ റെഡ് ചെയ്തിങ്ങനെ പോയിട്ട് എക്സ്പോർട്ട് ആവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തായി വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നത് സെലക്ട് ചെയ്ത് വിളിച്ചാൽ മാത്രമേ ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.